കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള നഗരസഭാ പ്രദേശങ്ങളിൽ കെട്ടിടങ്ങൾക്ക് NOC നൽകുന്നതിന് നിലവിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ET മുഹമ്മദ് ബഷീർ MP. അവിടെ വീട് ഒഴിഞ്ഞു കൊടുത്തവർക്ക് പോലും വേറെ ആ സ്ഥലങ്ങളിൽ പോയിട്ട് വേറെ വീട് എടുക്കാനുള്ള അനുമതി കിട്ടാത്തതിൻ്റെ ഫലമായി നൂറുകണക്കിന് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആ പ്രയാസമായിരുന്നു ഇന്ന് ചർച്ച ചെയ്ത ഒരു പ്രധാന കാര്യം. അപ്പോൾ അതിൽ NOC കൊടുക്കാത്തതിൻ്റെ കാരണം പോലും ഇതുവരെ അതോട്ടി പറഞ്ഞിട്ടില്ല. അല്ല, അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള നിലപാട്. എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്നും പറയുന്നില്ല. ഞങ്ങളിതിനെപ്പറ്റി വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇവർ പറഞ്ഞ് ശരിയായിരുന്നു എന്ന് ബോധ്യമായി. കാര്യം പലർക്കും NOC കിട്ടാത്തതിൻ്റെ ഫലമായി വീട് വെക്കാൻ നിവൃത്തിയില്ല. ഒന്ന്. രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭവന നിർമ്മാണ പദ്ധതികൾ പോലും അതിൻ്റെ ഉള്ളിൽ നിന്നല്ല, ഈ ഏരിയയിൽ തന്നെ നടത്താൻ കഴിയാത്ത ഒരവസ്ഥ. അപ്പോൾ അത് ഉടനെ ക്ലിയർ ചെയ്യണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത്. MLA ഉണ്ടായിരുന്നു, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ, എല്ലാവരും പരിസര പ്രദേശങ്ങളിലെ പഞ്ചായത്ത് കൃഷിമാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ജില്ലാ കലക്ടർ അതിനോട് അനുകൂലമായി പ്രതികരിച്ചു. അതുകൊണ്ട് ഇവിടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, ആ ചട്ടങ്ങളുടെ കാര്യത്തിൽ വിമാനത്താവളത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള ചില ഇളവുകൾ, അതായത് ഹൈറ്റിൻ്റെ കാര്യമൊന്നുമല്ല, ചില ഇളവുകൾ അത്യാവശ്യമായിട്ടും വേണ്ടതുണ്ട്. ആ ഇളവുകൾ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് യോഗം തീരുമാനിക്കുകയും കലക്ടർ തന്നെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിക്ക് അയക്കുന്നതാണ്. അതോടുകൂടി തന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി ഇപ്പോൾ NOC കൊടുക്കാതിരിക്കുന്നതിന് കാരണമായി പറയുന്നത് വിമാനത്താവളത്തിൻ്റെ ഇനിയുള്ള വികസനം, ആ വികസനത്തിന് കൂടി കാലേ കൂട്ടി കണ്ടുകൊണ്ടുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് അത് തീർപ്പ് കൽപ്പിക്കാതെ വെച്ചതെന്നാണ്. അത് അർത്ഥമില്ലെന്ന് പറഞ്ഞു. കാര്യം വെച്ചാൽ എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇനി വരാനിരിക്കുന്ന കാര്യമാണ് ഈ വിമാനത്താവളത്തിൽ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ വീതി കിട്ടുന്നതിനെ സംബന്ധിച്ച് തന്നെ എത്രയോ കാലം നടന്നിട്ടാണ് ജനങ്ങൾ സഹകരിച്ച അവസരം കൊടുത്തത്. അത് തന്നെ ഏതാണ്ട് 11 കൊല്ലത്തോളം അതിൻ്റെ പിന്നാലെ നടന്നു. എന്നിട്ടിപ്പോൾ അത് ഇനി ഏതോ ഒരു കാലഘട്ടത്തിൽ വരാൻ പോകുന്നു എന്ന് വിചാരിച്ച് ആ ഭാഗം മുഴുവനും ഒന്നും ചെയ്യാൻ കഴിയാതെ, വീട് നിർമ്മിക്കാൻ പോലും കഴിയാതെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന കാര്യം പറഞ്ഞു. അപ്പോൾ യാഥാർത്ഥ്യമാണ്. കാര്യം അവിടെ ഇനി ഒരു വികസനം നടത്തുന്നതിന് വേണ്ടി എത്രയോ കാലം ഇനിയും കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിൽ റിലാക്സേഷൻ നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും അക്കാര്യത്തിലും തീരുമാനം കൈക്കൊള്ളണം. ഇനി ഒരു വികസനം വരാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത വിധത്തിൽ NOC തടഞ്ഞു വയ്ക്കുന്നതിന് കാരണമായി നിൽക്കുന്നത് വളരെ തെറ്റായൊരു പ്രവണതയാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വിമാനത്താവള അതോറിറ്റിയുടെ NOC നിർബന്ധമാക്കിയ നടപടി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ET. മലപ്പുറത്ത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ TV ഇബ്രാഹിം MLA, കൊണ്ടോട്ടി നഗരസഭാ അധ്യക്ഷ നിത ഷഹീർ, മറ്റു ജനപ്രതിനിധികൾ, വിമാനത്താവള ഡയറക്ടർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്നത്തിൽ കൊണ്ടോട്ടി നഗരസഭാ അധികൃതർ നൽകിയ നിവേദനം പരിഗണിച്ച് ജില്ലാ കളക്ടർ VR വിനോദാണ് പ്രത്യേക യോഗം വിളിച്ചത്. വിമാനത്താവള അതോറിറ്റിയിൽ നിന്ന് യഥാസമയം NOC ലഭിക്കാത്തതിനാൽ നഗരസഭയിലെ 10ഓളം വാർഡുകളിൽ പുതിയ വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകുന്നത് വ്യാപക പരാതികൾക്കിടയാക്കിയിരുന്നു. PMAY ഗുണഭോക്താക്കൾക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റ് വാങ്ങി എഗ്രിമെന്റ് വെക്കാൻ പോലും സാധിക്കാത്ത പ്രയാസവും നിലവിലുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകൾക്ക് NOC ലഭിച്ചിട്ടില്ലെന്ന കാരണത്താൽ കെട്ടിട നമ്പറും നഗരസഭയ്ക്ക് നൽകാനാകുന്നില്ല. വിമാനത്താവള വികസനത്തിന് വീടും സ്ഥലവും വിട്ടു നൽകിയവർ പോലും പുതുതായി വാങ്ങിയ സ്ഥലങ്ങളിൽ വീട് വെക്കാനാകാതെ വലയുകയാണ്. ഇക്കാര്യങ്ങളിൽ അടിയന്തര ഇടപെടലും പരിഹാരവും ആവശ്യപ്പെട്ടാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നത്. വർഷങ്ങൾക്കു ശേഷം നടക്കാനിരിക്കുന്ന കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ പേരിൽ പരിസരവാസികൾക്ക് കെട്ടിട നിർമ്മാണത്തിന് NOC നൽകാതിരിക്കുന്ന പ്രവണത ശരിയല്ലെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ന്യൂസ് 99 മലപ്പുറം.